സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സിഹാത്തിൽ ഭീകരാക്രമണത്തിൽ 5 പേർ മരിച്ചു, 9 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു ആക്രമണം നടന്നത്. തോക്കുമായി എത്തിയ ഭീകരർ സിഹാത്തിലെ അൽ കൗസർ സ്ട്രീറ്റിലുള്ള അൽ ഹൈദരിയ അൽ ഹുസൈനിയ മസ്ജിദിന് സമീപത്തേക്കാണ് വെടിയുതിർത്തതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലെ സിഹാത്തിൽ ഭീകരാക്രമണത്തിൽ 5 പേർ മരിക്കുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തോക്കുമായി എത്തിയ ഭീകരൻ സിഹാത്തിലെ അൽ കൗസർ സ്ട്രീറ്റിലുള്ള അൽ ഹൈദരിയ അൽ ഹുസൈനിയ മസ്ജിദിന് സമീപത്തേക്കാണ് വെടിയുതിർത്തത്. ഇതേ തുടർന്ന് 5 പേർ മരിച്ചു. മരിച്ചവരിൽ ഒരു വനിതയും ഉൾപ്പെടും. വിവരമറിഞ്ഞ സുരക്ഷാ വിഭാഗം കുതിച്ചെത്തി പ്രദേശം വളഞ്ഞു. ഭീകരനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും വെടിയുതിർത്തു. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും തിരിച്ചു വെടിവെച്ചതോടെ ഭീകരൻ കൊല്ലപ്പെട്ടു. 20-കാരനായ യുവാവ് തോക്കുമായെത്തി പള്ളിക്ക് സമീപത്തേക്ക് തുരുതുര വെടിയുതിർക്കുകയായിരുന്നുവെന്ന് സൗദി സുരക്ഷാ വിഭാഗം അറിയിച്ചു. ഭീകരാക്രമണം നടത്തിയ യുവാവും മറ്റൊരാളും ചേർന്ന് ദമാമിലെ അൽ അദ്നിൽ നിന്നും ലിമോസിൻ വാഹനം തട്ടിയെടുത്താണ് സിഹാത്തിലെത്തിയതെന്നാണ് റിപ്പോർട്ട്. വിദേശിയായ ഡ്രൈവറെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് വാഹനം തട്ടിയെടുത്തത്. വെടിയേറ്റ പലരും ആശുപത്രിയിലായിരുന്നു മരിച്ചത്. സിഹാത്തിൽ നടന്ന ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ കിഴക്കൻ പ്രവിശ്യ ഗവർണർ സയ്യിദ് ബിൻ നൈഫ് രാജകുമാരൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിന്റെ ഉത്തരവാദിത്തം IS ഭീകരർ ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, ദമാം. ഓൺലൈൻ മുഖേന ഇഖാമ പുതുക്കാൻ കഴിയാത്തവർക്ക് അത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത്തരക്കാർക്കായി പ്രത്യേക ജവാസാത്ത് ഓഫീസുകളെ പ്രവർത്തിക്കുമെന്നും സൗദി ജവാസാത്ത് മേധാവി കേണൽ സുലൈമാൻ അൽ യഹിയ അറിയിച്ചു. ആബ്ഷീർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അവ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഓൺലൈൻ മുഖേന ഇഖാമ പുതുക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ടോ മറ്റോ കഴിയാത്തവർക്ക് അത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത്തരക്കാർക്കായി പ്രത്യേക ജവാസാത്ത് ഓഫീസുകളിൽ പ്രവർത്തിക്കുമെന്നും സൗദി ജവാസാത്ത് മേധാവി അറിയിച്ചു. അബ്ഷീർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഹവിയത് മുഖീം എന്ന പുതിയ തിരിച്ചറിയൽ രേഖ നടപ്പാക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പത്രക്കാരോട് സംസാരിക്കുകയായിരുന്നു സൗദി ജവാസാത്ത്. ജവാസാത്ത് സേവനങ്ങൾ ഓൺലൈൻ മുഖേനയാക്കിയതോടെ കടലാസിന്റെ ഉപയോഗം കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. സൗദി കിരീടാവകാശിയും ആഭ്യന്തരമന്ത്രിയുമായ മുഹമ്മദ് ബിൻ നൈഫ് രാജകുമാരൻ ജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. ജവാസാത്തിന്റെ രേഖകൾ സൗദിയിലെ ഏത് ഉൾഗ്രാമത്തിലും എത്തിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സൗദി തപാൽ വകുപ്പ് പ്രതിനിധി വ്യക്തമാക്കി. പുതിയ പദ്ധതിയുടെ ഭാഗമായി വീടുകളിലും ഫ്ളാറ്റുകളിലും പോസ്റ്റ് ബോക്സുകൾ സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല. രജിസ്ട്രേഷൻ സൗജന്യമാണ്. ഓൺലൈൻ രജിസ്ട്രേഷനും നടത്താവുന്നതാണ്. സ്വദേശികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ ഭാര്യയും മക്കൾക്കുമൊപ്പം മറ്റു വീട്ടുവേലക്കാരുടെ വിവരങ്ങളും ഉൾപ്പെടുത്താവുന്നതാണെന്ന് തപാൽ വകുപ്പ് പ്രതിനിധി വ്യക്തമാക്കി. ജവാസത്തിന്റെ 2,60,000 രേഖകൾ തങ്ങൾ ഇതിനകം ഉടമസ്ഥർക്ക് എത്തിച്ചു നൽകിയതായി അദ്ദേഹം പറഞ്ഞു. 24 മണിക്കൂറിനകം രേഖകൾ തങ്ങൾ എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, സൗദി. വിദേശികളുടെ തിരിച്ചറിയൽ രേഖ പുതുക്കാതിരിക്കുന്നത് നിയമലംഘനമാണെന്ന് അധികൃതർ. ഇതുമൂലം തൊഴിലുടമയും തൊഴിലാളിയും ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നും സൗദി ജവാസാത്ത് വക്താവ് തലാൽ അൽ ഷഹ്ബൂബ് അറിയിച്ചു. വിദേശികളുടെ തിരിച്ചറിയൽ രേഖ പുതുക്കാതിരിക്കുന്നത് നിയമലംഘനമാണെന്നും ഇങ്ങനെ ചെയ്യുന്നത് മൂലം തൊഴിലുടമയും തൊഴിലാളിയും ശിക്ഷ നേരിടേണ്ടി വരുമെന്നും സൗദി ജവാസാത്ത് വക്താവ് തലാൽ അൽ ഷൽനൂബ് മുന്നറിയിപ്പ് നൽകി. പുതുതായി നടപ്പിലാക്കിയ ഹവിയത് മുഖീം കാർഡ് ഓൺലൈനിൽ പുതുക്കാതെ കാർഡ് മാത്രം കൊണ്ട് നടക്കൽ കുറ്റകരമാണ്. പുതുതായി നൽകി തുടങ്ങിയ കാർഡിൽ കാലാവധി രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 5 വർഷം കഴിഞ്ഞാലും കാർഡിന് കേടുപാടില്ലെങ്കിൽ ഈ കാർഡ് തന്നെ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ സ്പോൺസർഷിപ്പ് മാറ്റം, പ്രൊഫഷൻ മാറ്റം തുടങ്ങിയ ഘട്ടങ്ങളിൽ വിവരങ്ങൾ മാറ്റുന്നതോടൊപ്പം കാർഡും മാറ്റി നൽകും. ഓൺലൈനിലുള്ള തിരിച്ചറിയൽ രേഖയുടെ കാലാവധി സാധാരണ തൊഴിലാളികൾക്ക് ഓരോ വർഷത്തേക്കാണ്. ഗാർഹിക തൊഴിലാളികൾക്ക് ഇത് 2 വർഷം വരെ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, സൗദി. കുവൈറ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മലയാളി പ്രൊഫഷണലുകളുടെ കൂട്ടായ്മയായ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം സെമിനാർ സംഘടിപ്പിച്ചു. PPF പ്രസിഡന്റ് വിനോദ് AP നായർ ഉദ്ഘാടനം ചെയ്തു. TCB കുവൈറ്റ് മാനേജിംഗ് ഡയറക്ടർ വിഷയം അവതരിപ്പിച്ചു. കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷനെ ഫിഫ സസ്പെൻഡ് ചെയ്തു. കുവൈറ്റ് സർക്കാർ സ്പോർട്സ് നിയമത്തിൽ ഫിഫ ആവശ്യപ്പെട്ട നിയമ ഭേദഗതി വരുത്താത്തതിനാലാണ് സസ്പെൻഷൻ. കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷൻ അതിന്റെ അംഗങ്ങളായ ക്ലബ്ബുകൾക്കും ഫിഫ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ആവശ്യമായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് വരെ സസ്പെൻഷൻ തുടരും. തൊഴിൽ വൈദഗ്ധ്യമുള്ള സ്വദേശി വനിതകളെ കണ്ടെത്താൻ കഴിയാത്തത് വനിതാവൽക്കരണത്തിന് തടസ്സമാവുന്നുണ്ടെന്ന് സൗദിയിലെ വനിതാ സംരംഭകർ അഭിപ്രായപ്പെട്ടു. സാങ്കേതിക തൊഴിൽ പരിശീലന കോർപ്പറേഷൻ കോഴ്സുകൾ പൂർത്തിയാക്കുന്ന സ്വദേശി വനിതകൾക്ക്
കൂടുതൽ പരിശീലനം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ബ്യൂട്ടി പാർലറുകളിലും ലേഡീസ് ടൈലറിംഗ് ഷോപ്പുകളിലും തൊഴിൽ വൈദഗ്ധ്യമുള്ള സ്വദേശി വനിതകളെ കണ്ടെത്താൻ കഴിയാത്തത് വനിതാവൽക്കരണത്തിന് തടസ്സമാണ്. ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നതിന് പരിശീലനം സിദ്ധിച്ച സ്വദേശി വനിതകൾ ഇല്ലാത്തതാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന് പ്രധാന തടസ്സമെന്ന് തൊഴിൽ മന്ത്രാലയം സംഘടിപ്പിച്ച ശില്പശാലകളിൽ സൗദിയിലെ വനിതാ സംരംഭകർ അറിയിച്ചു. സൗദി അറേബ്യയിലെ ജീവകാരുണ്യ സംഘടനയായ തൃശൂർ ജില്ലാ സൗഹൃദവേദി 2016 മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ജോയ ലുക്കാസ് മാനേജർ ടോണി വർഗീസിന് തൃശൂർ ജില്ലാ സൗഹൃദവേദി ട്രഷറർ ധനഞ്ജയ കുമാർ നൽകിക്കൊണ്ട് നിർവഹിച്ചു. 2015 ഡിസംബർ 31 വരെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടരുന്നതാണ്. ഇന്ത്യയുടെ ആത്മാവായ മതേതര മൂല്യങ്ങളും ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളും കാട്ടിൽ പറത്തി ഫാസിസം പണം വിടർത്തി ആടുന്നുവെന്ന് ആടുന്നത് അനുവദിക്കരുതെന്ന് ഫ്രണ്ട്സ് ക്രിയേഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ആത്മാവായ മതേതര മൂല്യങ്ങളും ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളും കാറ്റിൽ പറത്തി ഫാസിസം പണം വിടർത്തി ആടുന്നത് അനുവദിക്കരുതെന്ന് ഫ്രണ്ട്സ് ക്രിയേഷൻ സംഘടിപ്പിച്ച സെമിനാർ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കവർന്നൊടുക്കാൻ ആർക്കും അവകാശമില്ല. എന്നാൽ ഫാസിസ്റ്റ് കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് മനുഷ്യ സ്നേഹികളുടെ യഥാർത്ഥ മതേതര ചേരിക്ക് ശക്തി പകരണമെന്ന് സാംസ്കാരിക ഫാസിസത്തിനെതിരെ പ്രതിരോധം എന്ന സെമിനാർ അഭിപ്രായപ്പെട്ടു. ബത്ത റമാദ് ഹോട്ടലിൽ നടന്ന സെമിനാറിൽ ഫ്രണ്ട്സ് ക്രിയേഷൻ രക്ഷാധികാരി മിർഷാദ് ബക്കർ മോഡറേറ്ററായിരുന്നു. മാധ്യമപ്രവർത്തകൻ ഷക്കീബ് കൊളക്കടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങൾ എന്തു ഭക്ഷിക്കണമെന്നും എങ്ങനെ ചിന്തിക്കണമെന്നും എന്തെല്ലാം ചരിത്രങ്ങൾ പഠിക്കണമെന്നും എഴുതണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം സംഘപരിവാർ ശക്തിയുടെ കയ്യിലായിരിക്കുന്നു എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജോസഫ് അതുരങ്കൽ അഭിപ്രായപ്പെട്ടു. ഇതിന് ഭരണകൂടം ഒത്താശ ചെയ്യുന്നത് അടിയന്തരാവസ്ഥയിലെ ഇന്ത്യൻ സാമൂഹിക ചുറ്റുപാടിനേക്കാൾ ഭീകരമെന്നും അദ്ദേഹം പറഞ്ഞു. രാജു നീലകണ്ഠൻ കേളി, അഹമ്മദ് മേലാറ്റൂർ നവോദയ, നസറുദ്ദീൻ വിജയ മീഡിയ ഫോറം, ജയൻ കൊടുങ്ങല്ലൂർ സോഷ്യൽ മീഡിയ, ഷക്കീല വഹാബ്, മുഹമ്മദ് വാവ എന്നിവർ പ്രസംഗിച്ചു. റിയാദ് വില്ലാസിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി ഉബൈദ് എടവണ്ണ സ്വാഗതവും നവാസ് വെള്ളിമാടുകുന്ന് നന്ദിയും പറഞ്ഞു. ഷഫീഖ് കിനാലൂർ, മുഹമ്മദ് അലി കൂടാളി, അർഷാദ് മേച്ചേരി, ജലീൽ ആലപ്പുഴ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. കുവൈറ്റിൽ മലയാളി ഹൃദയാഘാതം മൂലം നിര്യാതനായി.